വിദേശ നാണ്യം ലഭിക്കുന്നതിൽ ഒന്നാമതായി ഇന്ത്യ. മോദിയുടെ വിദേശ നയങ്ങൾ ഇന്ത്യയിലേക്കുള്ള വിദേശ നാണ്യ ഒഴുക്കിനെ സാരമായി ബാധിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി റിപ്പോർട്ടുകൾ പുറത്ത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം വിദേശ നാണ്യം ലഭിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഒന്നാമതാണ്. പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചത് $107 ബില്യൺ ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് റെക്കോർഡുകൾ തകർക്കുന്ന നേട്ടമാണ്. ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ വിദേശ നാണ്യത്തിൽ $100 ബില്യൺ കടക്കുന്നത്. വിദേശ നിക്ഷേപത്തിന്റെ ഇരട്ടിയോളമാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ച തുക എന്നാണ് എക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ തന്നെ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് എത്തിയ വിദേശ നിക്ഷേപം $54 ബില്യൺ ആയിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റു ചില ആഭ്യന്തര അന്താരാഷ്ട്ര പഠനങ്ങളും പറയുന്നത് വിദേശത്തു നിന്നും എത്തുന്ന ഈ പണം വിവിധ സമ്പദ്ഘടനകളിലെ കുടിയേറ്റത്തെയും ഇവയുടെ സ്രോതസ്സായ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെയും അവിടുത്തെ തൊഴിൽ സാധ്യതകളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. 23-24 സാമ്പത്തിക വർഷത്തിൽ വിദേശ ഇന്ത്യക്കാരുടെ സ്വകാര്യ ഇടപാടുകളും ബാലൻസ് ഓഫ് പേയ്മെന്റ്സും എല്ലാം കണക്കാക്കിയാൽ ഇന്ത്യയിലെത്തിയ മൊത്തം തുക $119 ബില്യൺ ആണ്. നെറ്റ് പ്രൈവറ്റ് ട്രാൻസ്ഫർ ആണ് $107 ബില്യൺ. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ പണത്തിൽ അധികവും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നും ഏറ്റവും അധികം പണം വന്നിരിക്കുന്നതും ഇന്ത്യയിലേക്കാണ്. റെമിറ്റൻസുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ പറയുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് അമേരിക്കയാണെന്നാണ്. മൊത്തം വിദേശ പണത്തിന്റെ 23% എത്തുന്നത് അമേരിക്കയിൽ നിന്നും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നും സർവേയിൽ പറയുന്നു. ഇത്തരത്തിലെത്തുന്ന പണത്തിന്റെ ഭൂരിഭാഗവും കുടുംബ ആവശ്യങ്ങൾക്കായിട്ടാണ് ചെലവാക്കുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള ചില നിക്ഷേപങ്ങളുമുണ്ട്. ലോക ബാങ്കിന്റെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് അനുസരിച്ച് 20 വർഷക്കാലത്തിലേറെയായി ഏറ്റവും അധികം വിദേശ നാണ്യം ലഭിക്കുന്ന രാജ്യം എന്ന സ്ഥാനത്ത് ഇന്ത്യ തുടരുകയാണ്. ഇതിന് പ്രധാന കാരണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന IT വിദഗ്ധരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.